പ്രധാനമന്ത്രി കാണുന്ന രൂപത്തിലല്ല അദാനിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാണുന്നത്. അദാനി അദ്ദേഹത്തെ ശിങ്കിടി മുതലാളിത്തത്തിൻ്റെ ഭാഗമായി സംരക്ഷിച്ച് വളർത്തിയെടുത്ത് ഭീമാകാരനാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്ന നയം. അതേസമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു കരാറിൽ വിളിച്ചുകൊണ്ട് വന്ന ഒരാൾ ആ കരാർ പിന്നെ റദ്ദ് ചെയ്യാതെ പദ്ധതി നടക്കണം എന്നുള്ള കാഴ്ചപ്പാടിൽ അവരെ പാർട്ണറാക്കി നിർത്തിക്കൊണ്ട് തന്നെ ആ കരാറിനോട് നമുക്ക് വിയോജിപ്പുണ്ടായിരുന്നില്ല. അന്ന് തന്നെ അത് വിശദീകരിച്ച ഞങ്ങൾ കരാറിൻ്റെ ഉള്ളടക്കം നമുക്ക് സാമ്പത്തിക നഷ്ടം വലിയ രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ്. എന്നിരുന്നാലും അവരുണ്ടാക്കിയ കരാർ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പദ്ധതി നടക്കാൻ താമസം വരുമെന്നുള്ളത് കൊണ്ടാണ് ഇൻ പ്രിൻസിപ്പിൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷവും ആ കരാർ പൊളിച്ചെഴുതാൻ ഇപ്പോൾ പുതിയതായി കൺസ്ട്രക്ഷനുമായിട്ടുണ്ടാക്കിയിട്ടുള്ള കരാറിൽ സപ്ലിമെൻ്ററി കരാറിൽ അന്ന് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറിനേക്കാൾ മെച്ചപ്പെട്ട കരാർ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ കരാറിൽ പ്രധാനമായി വ്യവസ്ഥ ചെയ്യുന്നത് അന്ന് 2040 ശേഷമാണ് ഇത് പൂർണ്ണമായി പൂർത്തീകരിക്കുന്നതെങ്കിൽ ഇപ്പോൾ 2028 2, 3, 4 ഘട്ടം കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ കാലദൈർഘ്യം എത്രയോ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു നേട്ടം. രണ്ടാമത്തെ കാര്യം, അവർ പറഞ്ഞതനുസരിച്ച് മുമ്പുണ്ടാക്കിയ കരാറനുസരിച്ച് നമുക്ക് 20 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് റിട്ടേൺ കിട്ടുന്ന രൂപത്തിലേക്ക് വന്നിരുന്നത്. ഇപ്പോൾ 2034 മുതൽ നമുക്ക് ലാഭവിഹിതം കിട്ടാവുന്ന രൂപത്തിലേക്ക് ആ കരാർ പൊളിച്ചെഴുതി. ഇത് രണ്ടും അവരുണ്ടാക്കിയ കരാറിന് വ്യത്യസ്തമായ ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടാക്കിയ കരാറാണ്. എന്നിരുന്നാലും അവരിപ്പോൾ പാർട്ണറാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫേസ് പൂർത്തീകരിക്കുമ്പോൾ ഏതാണ്ട് 65% തുകയും സംസ്ഥാന ഗവൺമെൻറ് മുടക്കി. 30% അടുത്ത തുക ഇപ്പോൾ അദാനിയുടേതുണ്ട്. സ്വാഭാവികമായി പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അവർ പാർട്ണറാണ്. ആ പാർട്ണറാണെന്നുള്ള ആ അർത്ഥത്തിൽ മാത്രമാണ്. അത് കാലാവധി കഴിയുമ്പോൾ അവർ വിട്ടുപോക്കണം, തുറമുഖം നമ്മുടേതാകും. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ വീക്ഷണം. മറ്റേ നരേന്ദ്രമോദി ഗവൺമെൻറ് കാണുന്നത് അങ്ങനെ വന്നിരുന്നല്ല, അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവർക്ക് വളരാനും വികസിക്കാനും അവരെ പൊതുമേഖലയില്ലാതെ സ്വകാര്യ മേഖല തന്നെ പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ വളർത്തിയെടുക്കുന്ന സമീപനവും മറിച്ച് അവരെ ഉപയോഗിച്ച് നമ്മൾ വളരാനെടുക്കുന്ന സമീപനവും രണ്ടും രണ്ടാണ്. അതാണ് ഈ കാര്യത്തിലെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ അദ്ദേഹം കണ്ട കാഴ്ചപ്പാടല്ല ഞങ്ങൾ കണ്ട കാഴ്ചപ്പാടും ആ പ്രയോഗവും.